ജോൺസേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ജോൺസേട്ടാ പല കാര്യങ്ങളിലും പ്രവചനം നടത്താറുണ്ട്. ഉം. ഇപ്പോ യൂറോ കപ്പ്, കോപ്പ അമേരിക്ക അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉവ്വ. ഇപ്പോ ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്. ഉവ്വ. ഒളിമ്പിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങള്, ഏഷ്യൻ രാജ്യങ്ങള്, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതിലിപ്പോ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഇവരൊക്കെയാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒളിമ്പിക്സ് നടക്കുന്നത് യൂറോപ്പിലാണ്, ഫ്രാൻസിലാണ്. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ സാധ്യതകളും മറ്റും കാണുന്നത്? ശരിക്ക് ഈ അന്തിമ ഫൈറ്റിന്റെ ലാസ്റ്റ് ദിവസമാകുമ്പോഴേക്കും അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ വളരെ ഫ്രണ്ടിലേക്ക് വരും. ചൈന വളരെ തുടക്കം മുതലേ മുന്നിലാവും. ചൈന, ജപ്പാൻ, നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ മുന്നിൽ വരുമെങ്കിലും അവസാന സമയം വരുമ്പോൾ യൂറോപ്പിന്റെ ആധിപത്യമാണ് വരാൻ സാധ്യത കൂടുതൽ. കാരണം അമേരിക്കനെ സംബന്ധിച്ചോളം ലോകത്തിൽ എവിടെ മത്സരം വന്നാലും അവരെന്നും 100 മെഡല് മിനിമം അമേരിക്ക സ്ഥിരമായിട്ട് നേടാനുള്ളൊരു പൊസിഷൻ അവർക്കുണ്ട്. ചൈനനെ സംബന്ധിച്ചിടത്തോളം 100 മെഡൽ നേടാനുള്ളൊരു സാധ്യതയുള്ളൊരു ടീമാണ്. പക്ഷേ ഈ ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിലായതുകൊണ്ട് ശരിക്ക് വെച്ച് കഴിഞ്ഞാൽ ലൊട്ടിലൊടുക്കും മത്സരങ്ങൾ അതിലൊക്കെ ചൈന, അതുപോലെ ജപ്പാൻ, ദക്ഷിണ കൊറിയൊക്കെ ഇടിച്ചു കയറുന്നു. കാരണം കരുത്തുറ്റ മത്സരങ്ങൾ വരുന്ന സമയത്ത് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ പിന്നിലേക്ക് പോകും. വെച്ച് കഴിഞ്ഞാൽ ചെറിയ നമുക്ക് നോക്കി അറിയാം. ഇപ്പോൾ നീന്തല്, ഡൈവിങ്ങില് കിട്ടും. പക്ഷെ നീന്തല് വരുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ചാൻസ് കുറവാണ്. ഇനി ഓട്ടം, ചാട്ടം, ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴും നമ്മളെ ഏഷ്യൻ രാജ്യങ്ങൾ പുറകിലേക്ക് പോകും. അവിടെ യൂറോപ്പ്, അമേരിക്ക, പിന്നെ ആഫ്രിക്ക വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഏഷ്യക്കാർക്ക് ചാൻസ് വേണം. ചെറുകിട്ട അല്ലാത്ത കുറേ ഇഷ്ടം പോലെ മത്സരങ്ങളുണ്ട്. അതിലൊക്കെ ചൈന കയറി വരും. പക്ഷെങ്കിലും അന്തിമമായിട്ട് യൂറോപ്പിൻ്റെ ഒരു ആധിപത്യമാണ് സാധ്യത കൂടുതൽ. ഒരുപക്ഷെ ഫ്രാൻസ്, സാധാരണ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഫ്രാൻസിൻ്റെ ഒരു കുതിപ്പിനെ പറ്റി നമ്മൾ ഈ ഒളിമ്പിക്സിൽ നമ്മളിതുവരെ കണ്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒളിമ്പിക്സിൽ ചിലപ്പോൾ ഫ്രാൻസ്, അമേരിക്ക, ചൈന, ഫ്രാൻസ്, അതല്ലെങ്കിൽ ഫ്രാൻസ്, അമേരിക്ക, ഫ്രാൻസ്, ചൈന എന്ന രീതിയിലേക്ക് വരെ പോലെ രംഗത്ത് വരാം. അല്ല ബ്രിട്ടൻ അതെ, ജർമ്മനി അതെ, വളരെ ശക്തമായിട്ട് രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. ചൈനയ്ക്ക് അവരെപ്പോഴും അമേരിക്കനെ വെട്ടിക്കുക എന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്താറ്. പക്ഷെങ്കിൽ ഇപ്രാവശ്യം യൂറോപ്പിലായതുകൊണ്ട് ചൈനയ്ക്ക് ചാൻസ്, നിർഭാഗ്യങ്ങൾ പിടികൂടി ചൈനയുടെ പല അവസരങ്ങളും എന്താ പറയുക, മെഡലുകളും നഷ്ടപ്പെട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് യൂറോപ്പിൽ ആയതുകൊണ്ട്. അതിപ്പോ നമ്മളിപ്പോ ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോ ഇന്ത്യ ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ 140 കോടിയോളം ജനസംഖ്യ ഉള്ള ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ ജനസംഖ്യയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ശക്തി, അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആധിപത്യം ഏഷ്യൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക്? അത് നമ്മളെ ഫുട്ബോള് എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഭാഗം തിരിഞ്ഞ് ചിന്തകൾ ഇങ്ങനെ ഏകോപിക്കപ്പെട്ടു വരും. സ്പോർട്സ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കുള്ള വ്യക്തികളിതാണ് വരിക. പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ജനങ്ങൾ ഒളിമ്പിക്സ് കാണുന്ന ആളുകൾ, ഇപ്പം നമ്മളൊരു 140 കോടി ജനമാണെങ്കിൽ അതിൽ ഒരു കോടി ആളുകൾ പോലും ഒളിമ്പിക്സ് കാണുന്നുണ്ടാവില്ല എന്ന്. കാരണം 140 കോടി ജനം ഉണ്ടെന്നുണ്ട്, അവർക്ക് അറിയുന്ന തന്നെ ഉണ്ടാവില്ല. ഈ ഒളിമ്പിക്സിൽ നടക്കുന്നവരും അറിയുന്ന തന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ സാധാരണ ഈ ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാ മേഖലയിലും വിജയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ടോപ്പിലെത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കാണ് പൊതുവെ സാധ്യത കൂടുതൽ. നമ്മളെ വലിയ ശക്തിയാണെന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മുടെ യഥാർത്ഥ ശക്തി ഒളിമ്പിക്സിലൊന്നും കാണിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഇന്ത്യ വളർച്ച വന്നിട്ടില്ല. പിന്നെ ഒറ്റയ്ക്ക് വ്യക്തികളുടെ കഴിവ് പരിശീലിക്കുന്നതാണ്. നമ്മുടെ വ്യക്തികളുടെ കായിക ശേഷി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് എപ്പോഴും നമ്മൾ ആഫ്രിക്കക്കാരെ അല്ലെങ്കിൽ യൂറോപ്യൻസിനെ നേരിടാനുള്ള ഒരു കരുത്ത് ആയിട്ടില്ല. ഏഷ്യൻ മേഖലയിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മളൊരു ശക്തിയാണ്. പല മേഖലയിലും നമുക്ക് ശക്തി ഉണ്ടാവും. പക്ഷേ യൂറോപ്പ് അല്ലെങ്കിൽ ആഫ്രിക്ക, അമേരിക്ക, അവിടെയുള്ള ജനങ്ങളുടെ വ്യക്തിഗത മികവിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ മികവ് വളരെ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ചില പ്രത്യേക തരം, ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ്
ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ കായികമായിട്ടുള്ള ഒരു ഇതിൻ്റെ ഇത് വരും. അമ്പെയ്ത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്, ഇപ്പം നമ്മൾ ചെസ്സ് കളിക്കുന്നു, അതുപോലെ ഓരോ ചെറിയൊരു തന്ത്രപരമായിട്ടുള്ള ട്രിക്കുള്ള ഐറ്റംസുകൾ. ചൈനയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്തരം ഐറ്റംസിനെയാണ് മുഴുവനും കയറി പിടിക്കുന്നത്. അത്തരം ഐറ്റംസിലൊക്കെ നമുക്ക് പറ്റുന്നല്ലാണ്ട് ഒരു കായികമായ ഇനങ്ങളിലോ അല്ലെങ്കിൽ ശക്തി എന്നുള്ള രീതിയിലുള്ള മത്സരങ്ങൾ വരുമ്പോൾ ഇന്ത്യക്കും അതുപോലെ ഏഷ്യക്കും വളരെ ചാൻസ് കുറവായിരിക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഫുട്ബോൾ തന്നെ നോക്കുകയാണെങ്കിൽ കായിക ശക്തിയുടെ പര്യായമായിട്ട് വരുന്നതാണ് ഫുട്ബോൾ. അതുപോലെ ടെന്നീസ് ഫുട്ബോളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യക്കാർ അല്ലെങ്കിൽ എവിടെയാണ് ചിത്രത്തിലില്ല. ഇതേപോലെ തന്നെ ടെന്നീസ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 4-5 മണിക്കൂറൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്ത് വരേണ്ട സമയത്ത് നമ്മുടെ ഏഷ്യക്കാരൊന്നും ചിത്രത്തിലില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് കായികമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ, ഇന്ത്യക്കാരുടെ ശരീരത്തിൻ്റെ, ഏഷ്യക്കാരുടെ ശരീരത്തിൻ്റെ അത്തരം വിഷയങ്ങളുണ്ട്. വ്യക്തിഗതമായ മികവിൽ കൂടുതൽ ശക്തി, കൂടുതൽ പവർ അത്തരം ഗെയിമുകളിൽ നമ്മുടെ ആളുകൾക്ക് വിജയസാധ്യത ഉണ്ടെങ്കിലും അവരെ അപേക്ഷിച്ചിട്ട് കുറവാണ്. നമ്മുടെ കുറ്റല്ല അത്. നമുക്ക് പറ്റുന്ന മേഖലകളുണ്ട്. ചില തന്ത്രപരമായിട്ട് ചില ഐറ്റംസുമ്പോൾ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാം. കാരണം അവരൊന്നും ശ്രദ്ധിക്കാത്ത ഇതിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് നമുക്ക് മെഡലുകൾ നേടാൻ പറ്റും. പക്ഷേ എല്ലാവരും മത്സരിക്കുന്ന മത്സരങ്ങൾ, ഓട്ടം, ചാട്ടം, നീന്തൽ പോലെയുള്ള പവർ ഗെയിം, അതിലൊക്കെ നമ്മൾ നോക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ചാൻസ് ഇല്ല. ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. എന്തായാലും ഫസ്റ്റിലെ ചാൻസ് അമേരിക്ക, സെക്കൻഡ് ഫ്രാൻസ്, ചൈന, പിന്നെ ബ്രിട്ടൻ, ജർമ്മനി. ഇങ്ങനെയാണ് എൻ്റെ ഇതിൽ സാധ്യത. അതിൽ ചൈനയുടെ മുന്നേറ്റം എങ്ങനെ പോവും എന്നും നമുക്ക്, കാരണം നോർമലി അവരെപ്പോഴും അമേരിക്കയ്ക്കൊപ്പം അല്ലെങ്കിൽ അമേരിക്കയുടെ താഴെ എന്ന നിലവിലാണ് എപ്പോഴും അവർ പരിശ്രമിക്കാറ്. പക്ഷേ ഇവിടെ അത് സാധ്യമാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. തുടക്കത്തിൽ അവർ ശക്തമായിട്ട് മുന്നോട്ട് പോകാം, ഇതിൽ അന്തിമ സമയം വരുമ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ.